ആദ്യമായി തന്നെ ഈ പരിശുദ്ധ അൾത്താരയിൽ എനിക്ക് നിൽക്കാനുള്ള വലിയ ഭാഗ്യം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് എമിൽഡ ജോസഫ്. ഞാൻ എറണാകുളം ജില്ലയിലെ കൂടാലപ്പാട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞ് എൻ്റെ OET ഞാൻ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തായിരുന്നു ആദ്യത്തെ അറ്റംപ്റ്റ്. പക്ഷേ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ ക്ലബിംഗ് സ്കോർ മാത്രമേ കിട്ടിയായിരുന്നുള്ളൂ. രണ്ടാമതായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഡേറ്റ് എടുത്തു. അതിൻ്റെ ഇടയിലൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ജോലിക്ക് കയറാൻ പറ്റുന്നില്ല, ആകെ ടെൻഷനായിരുന്നു. ഞാൻ അമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലായിരുന്നു എനിക്ക് ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ വെഞ്ചരിച്ച രൂപം എനിക്ക് കാശുരൂപം ലഭിച്ചത്. അത് വെച്ച് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് ആ ഒരു എക്സാം ഹാളിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ആ എക്സാം എനിക്ക് നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റി. പൊതുവേ എനിക്ക് റീഡിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾ വളരെ എളുപ്പമുള്ളൊരു മൊഡ്യൂളായിരുന്നു. പക്ഷേ അന്ന് എക്സാമിന് എനിക്ക് ആദ്യത്തെ ഒരു പാർട്ടുണ്ട്, അതൊരു 15 മിനിറ്റിൻ്റെ ഒരു പാട്ടാണ്. അപ്പോൾ ആ 15 മിനിറ്റ് പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷേ 12 മിനിറ്റോളം ഞാൻ വെറുതെ അവിടെ ആ എക്സാമിനേഷൻ ഹാളിൽ എനിക്കൊന്നും മനസ്സിലാവാതെ ഇരുന്നു. ബാക്കിയുള്ളൊരു 3 മിനിറ്റ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. എനിക്കിത് മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ എക്സാം തോറ്റുപോയി. എനിക്ക് അവസാനത്തെ ഒരു ചാൻസാണിത് എനിക്ക്, അതുകൊണ്ട് എനിക്കിത് തരണം എന്ന് പറഞ്ഞു. പിന്നെ 3 മിനിറ്റിൽ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. എല്ലാത്തിനും ഞാൻ ആൻസർ എഴുതി വേഗം ഞാൻ സബ്മിറ്റ് ചെയ്തു. അതുപോലെ സ്പീക്കിംഗ് മൊഡ്യൂൾ എനിക്ക് വളരെയധികം പാടുള്ള ഒരു മൊഡ്യൂളായിരുന്നു. അത് ഞാൻ അറ്റൻഡ് ചെയ്തു. അത് എനിക്ക് വളരെ പാടായിരുന്നെങ്കിലും ഞാനപ്പോൾ പ്രാർത്ഥിച്ചു അമ്മയോട്. കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു, എന്നാലും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് UK സ്കോറോടുകൂടി തന്നെ എനിക്കത് പാസ്സായി. അപ്പോഴും ഞാൻ ഉടമ്പടിയിലായിരുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു നമുക്ക് ഉടമ്പടി എടുക്കണം, എന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറയും, ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടി ഉടമ്പടി എടുക്കുക എന്ന് പറയുന്നത് അതൊരു തെറ്റായ കാര്യമാണ്. മാതാവിനോടുള്ള ഭക്തിയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുക്കാതെ ഞാൻ കുറേ നാളിങ്ങനെ പോയി. അത് കഴിഞ്ഞ് മെയ് 8-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മാതാവ് എൻ്റെ ആദ്യ ഉടമ്പടി അങ്ങനെ എന്നെ എടുപ്പിച്ചു. അത് വളരെ ഒരു പ്രത്യേക ഒരു കാര്യമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യം വിചാരിച്ച കാര്യം എൻ്റെ ഒരു കാര്യസാധ്യത്തിൽ നിന്ന് ഉപരി എനിക്ക് മാതാവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കാൻ വേണ്ടി എന്നെ ഉടമ്പടി എടുപ്പിക്കണേ എന്നുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ UK പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങിയായിരുന്നു. പക്ഷെ അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. റിക്രൂട്ട്മെൻറ്റുകളൊക്കെ സ്റ്റോപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു രക്ഷയില്ലാതെ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അതും ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നില്ല, വളരെ ഇതായിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അമ്മേനോട്. അമ്മ എനിക്കിതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്, എനിക്ക് എന്തായാലും ഇത് വേണം, കാരണം എനിക്ക് എൻ്റെ കുടുംബത്തെ അത്ര ഇതായിട്ട് നോക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ എന്ത് കാര്യത്തിന് പോയാലും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂ ഞാൻ ജസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടി അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ ആണോ. അത് കഴിഞ്ഞ് എന്നിട്ട് അതൊരു 8 മാസത്തോളമൊക്കെ ആയി. പക്ഷെ എനിക്ക് ഒരു കോളോ അങ്ങനെ കാര്യങ്ങളൊന്നും വന്നില്ല. പാസ്സായെങ്കിലും കോളൊന്നും വന്നില്ല. അത് കഴിഞ്ഞ് എൻ്റെ DLൻ്റെ വാലിഡിറ്റി തീരാറായി. അപ്പോഴൊക്കെ ഞാൻ അമ്മയോട് പറയും, എൻ്റെ അമ്മ എനിക്ക് എന്തായാലും ഇത് വേണം, എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഈ ഒരു ഓഗസ്റ്റിൽ ആ ഒരു സമയമായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വാലിഡിറ്റി തീരാറായ സമയത്ത് അവർ വിളിച്ചേക്കാണ് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ അന്ന് തൊട്ടാണ് എൻ്റെ ഉടമ്പടി ശരിക്കും ഫയറായി തുടങ്ങിയത്. അന്ന് തൊട്ട് എൻ്റെ അമ്മ ഏറ്റവും എൻ്റെ ഉടമ്പടിയിൽ നടന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയച്ചുരുക്കത്തോടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് കാണാൻ പറ്റി എന്നുള്ളതാണ്. ഉടമ്പടിയിലാണെങ്കിൽ പോലും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനൊരു നേഴ്സാണ്, എനിക്ക് എന്നിട്ട് ഡ്യൂട്ടിയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റണില്ല അമ്മയെന്ന് ഞാൻ പറയുമായിരുന്നു. എന്നാൽ കൂടി അമ്മ എനിക്ക് തിരിച്ച് മറുപടി പറയുമായിരുന്നു, എനിക്ക് പറ്റണ പോലെ ചെയ്യുന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ പറയുമായിരുന്നു. നീ നിൻ്റെ ഈ ഒരു പരിമിതിയിൽ നിന്ന് നീ ചെയ്യാൻ ശ്രമിക്കുന്നതിലാണ് നിൻ്റെ കാര്യം എന്നുള്ള രീതിയിൽ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് വന്ന് പ്രോസസ്സിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എൻ്റെ വിസ കാർഡ് എടുക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, വർക്ക് വിസ എടുക്കാനായിട്ട്, വർക്ക് പെർമിറ്റ് എടുക്കുന്നതിന്. അപ്പോൾ അതിൽ എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരു 2 ആഴ്ചയോളം ഈ കാർഡ് കിട്ടാനെടുക്കും. സാധാരണ ബാങ്കുകൾ പെട്ടെന്ന് കൊടുക്കാറുണ്ട്, പക്ഷേ ഞാൻ ബാങ്കിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് 2 ആഴ്ചയെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. അത് വെച്ച് എൻ്റെ പ്രോസസ്സിങ് ചെയ്ത എൻ്റെ എക്സാം ഡേറ്റൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ എനിക്കത് എഴുതാൻ പറ്റാതെ ആവുമായിരുന്നു.
അങ്ങനെ ഞാൻ ബാങ്കിൽ പോയി, ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, വെഞ്ചരിച്ച് ഇവിടുത്തെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ എന്താ കണ്ടതെന്ന് അറിയത്തില്ല, എനിക്ക് വേണ്ടി ബാങ്ക് മാനേജർ എഴുന്നേറ്റ് വന്ന് അവിടുത്തെ സ്റ്റാഫിനെയും കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമായിരുന്നു. ഞാൻ അപ്പോഴൊക്കെ എൻ്റെ ഈ കാശ് രൂപം മുറുകെ പിടിച്ചിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് വേറെ ബ്രാഞ്ചിലും പോകേണ്ടി വന്നു. അവിടെ ഇതുപോലെ തന്നെ എന്നോട് അടുത്ത ബാങ്കിലെ ബാങ്ക് മാനേജറും ഇതുപോലെ തന്നെ എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ ക്യാബിനിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് എനിക്ക് വേണ്ടി ചെയ്ത് എനിക്ക് വേണ്ടി ആ കാർഡ് അന്ന് എടുത്തു തന്നു. എൻ്റെ ബാങ്ക് അക്കൗണ്ട് പോലും ആക്റ്റീവ് ആയിരുന്നില്ല, അറിയാതെ അത് ആക്റ്റീവും കൂടി ആക്കി തന്നു. കാരണം കുറേ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ്, KYC അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റാഫ് അറിയാതെ ചെയ്തൊരു മിസ്റ്റേക്ക്, ഒരു ക്ലിക്കിൽ മാത്രം കൊണ്ട് എനിക്ക് ആ ബാങ്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി. അന്ന് തന്നെ എനിക്ക് ആ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ വർക്ക് വിസ എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ മാധവ് പറഞ്ഞു എന്നോട്, ഇന്ന ഡേറ്റിൽ ഞാൻ നിനക്ക് തരുമെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, അമ്മ എനിക്ക് ഈ ഡേറ്റിൽ എൻ്റെ മാധവ് എനിക്ക് തരും അത്. ഞാനപ്പോൾ ഞാൻ അങ്ങനെ ഉറച്ച് വിശ്വസിച്ചു. അന്ന് രാത്രിയായി ആ ദിവസത്തിൻ്റെ. എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മയോട്, എനിക്ക് തരും അമ്മയെന്ന്. അന്ന് രാത്രി എനിക്ക് ആ വർക്ക് പെർമിറ്റ് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഡിലേ ഉണ്ട് ഇപ്പോൾ വിസ അപ്ലൈ കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. കാരണം ആ ഒരു വിസ കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്നിട്ട് എക്സാം ഡേറ്റ് മാറ്റണം, അപ്പോഴേക്കും എൻ്റെ വാലിഡിറ്റി തീരും, പിന്നെ എനിക്ക് DL എടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എനിക്കത് പറ്റത്തില്ല. ഒന്നാമത് സാമ്പത്തികതയൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല, കുറേ പൈസ ഇതിനു വേണ്ടി ചിലവാക്കി. അതുകൊണ്ട് എനിക്ക് എന്തായാലും വേണം അമ്മയെന്ന് ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മേനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അമ്മ എനിക്ക് എന്നേക്കാൾ മുന്നേ അപ്ലൈ ചെയ്തവർക്ക് എൻ്റെ വിസ കിട്ടിയിട്ടില്ല അവർക്ക്, എന്നിട്ട് കൂടി അമ്മ എനിക്ക് വിസ തന്നു. അതുപോലെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, എനിക്ക് മാത്രം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും വിഷമാവും അമ്മേ. അതുകൊണ്ട് എനിക്ക് അന്ന് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത എല്ലാവർക്കും തന്നെ അമ്മ ഞങ്ങൾക്ക് ഒരുമിച്ച് വിസ തരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ദിവസം ചെയ്ത ആ ഏജൻസിയിൽ ചെയ്ത എല്ലാവർക്കും വിസ അമ്മ തന്ന് അന്ന് എന്നെ കൃത്യസമയത്ത് തന്ന് അമ്മ അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഈ വ്യാഴാഴ്ച ഇവിടെ വന്നു. അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞത്, എനിക്ക് അന്ന് വിസ വേണം, അന്ന് വിസ അമ്മ എനിക്ക് തന്നു, അല്ലെങ്കിൽ എനിക്ക് അതിനൊരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ ഞാൻ അന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയും, ഇവിടെ കയറി സാക്ഷ്യം പറയും എന്നാണ്. അപ്പോൾ അന്ന് വൈകുന്നേരം വരെ ആയിട്ടും എനിക്ക് ഒരു റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷേ അന്ന് വൈകുന്നേരം രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഏജൻസിയിൽ നിന്ന് വിളി വന്നു, നിങ്ങളുടെ വിസ അവിടെ നിന്ന് എംബസിയിൽ നിന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ എനിക്ക് വിസ പിറ്റേ ദിവസം ഒരു 2-3 ദിവസം എടുത്ത് പിന്നപ്പോഴേക്കും കിട്ടി. ഇപ്പം ഞാൻ വിസയൊക്കെ സബ്മിറ്റ് ചെയ്ത് എല്ലാം കിട്ടി. എനിക്ക് 22-ാം തീയതി ഞാനിപ്പോൾ അയർലൻഡിന് പോകാൻ നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ വളരെയധികം വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് എത്ര അധികം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ കൂടുതലായിട്ട് ചേർന്ന് നിൽക്കാൻ ഇപ്പം എൻ്റെ ഓരോ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ എൻ്റെ പരിശുദ്ധ അമ്മ ഇല്ലാതെ എനിക്ക് പറ്റില്ല, എൻ്റെ ഈശോ ഇല്ലാതെ പറ്റില്ല, അങ്ങനെ ഒരു ലെവലിലാക്കി എന്നെ. അതുപോലെ തന്നെ എൻ്റെ ജോലിയുടെ ഇടയിലാണെങ്കിൽ പോലും ഞാൻ ഓരോ സ്റ്റാഫൊക്കെ ആണെങ്കിലും ഈ ഉടമ്പടിയിൽ വിശ്വാസമില്ലാന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു അവരോട്, ഉടമ്പടി എടുക്കാമെന്നുള്ളത് നമ്മൾ എന്നിട്ട് നമ്മുടെ ഒരു ജീവിതം ഒരു ചിട്ടയിലാക്കുന്ന ഒരു രീതിയാണത്. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ഏറ്റവും ചേർന്ന് നിൽക്കുക, അതുപോലെ തന്നെ ബൈബിള് വായിക്കുക, ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഈശോയെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ട് അവരോട് പറയുമായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ആദ്യം ഉണ്ടായിരുന്ന ഒരു ചിന്താഗതിയിൽ നിന്ന് മാറി അവർ കൂടുതൽ വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ ഞാൻ കുറേ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ചിലർക്ക് എക്സാമുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ എക്സാമിന് പാസ്സാവാൻ അങ്ങനെയൊക്കെ ഞാൻ കേട്ടു. കാരണം അതൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു. ഞാനും കൂടെ പ്രാർത്ഥിച്ചിട്ടാണല്ലോ അവർക്ക് എക്സാം പാസ്സാവാൻ പറ്റിയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ എൻ്റെ ഓരോ കാര്യങ്ങളിലും എൻ്റെ അമ്മ എനിക്ക് വളരെയധികം ഭയങ്കര ഒരു പ്രസൻസ് എനിക്ക് കാണിച്ചു തന്നു. ഏറ്റവും കൂടുതൽ അതാണ്. എൻ്റെ കുടുംബവും എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടുതലായിട്ട് മാതാവിനോട് ചേർന്ന് നിൽക്കുന്നതിനും എല്ലാത്തിനും ഇടയാക്കി എൻ്റെ അമ്മ. അതാണ് എനിക്ക് പറയാനുള്ള എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. കാരുണ്യപ്രവൃത്തിയായിട്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ചെറുതായിട്ട് ഞാൻ പൈസയൊക്കെ കൊടുത്ത് സഹായിക്കും, അതുപോലെ അരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് സഹായിക്കുമായിരുന്നു. അതുപോലെ തന്നെ കൂടുതലായിട്ടും നമ്മുടെ കൃപാസന പത്രം കൊടുക്കാൻ ഞാൻ ശ്രമിക്കും, പറഞ്ഞു കൊടുക്കും. അതുപോലെ പ്രാർത്ഥിച്ച് ഞാൻ ഓരോ പത്രത്തിലും കുരിശൊക്കെ വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോരുത്തർക്കും കൊടുക്കാൻ നോക്കാറ്. അപ്പം ഞാൻ കൂടുതലായിട്ട് നന്മകളിലേക്ക് വരാൻ തുടങ്ങി ഈ ഉടമ്പടിയിലൂടെ. പിന്നെ പ്രേക്ഷിത കൂടുതലായിട്ട് പിന്നെ പ്രാർത്ഥിക്കാനും എല്ലാത്തിനും എനിക്ക് മാതാവ് അനുഗ്രഹം തന്നു. പിന്നെ എൻ്റെ 2ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കിയത് ഈ കഴിഞ്ഞ മാസം 11-ാം തീയതി ആയിരുന്നു.
ഇവിടെ വന്ന്. അപ്പം ഞാൻ അമ്മേനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് എക്സാം എഴുതാനുള്ളതാണ്, എനിക്ക് ഈ അയർലൻഡിൽ പോകാനുള്ളതാണ്. അപ്പം അമ്മ ഇത് ഏറ്റെടുക്കുവാണെങ്കിൽ എനിക്ക് മാതാവിനെ പിടിക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരണമെന്ന് ഞാൻ അമ്മേനോട് പ്രാർത്ഥിച്ചു. അമ്മ അതുപോലെ തന്നെ എനിക്ക് അമ്മേനെ പിടിക്കാനുള്ള ഒരു അനുഗ്രഹം തന്നു. അതെനിക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസം നൽകുന്നൊരു കാര്യമായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൂടുതലായിട്ട് അമ്മയോട് അടുത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടമ്പടി വർക്കാവാൻ തുടങ്ങും. അത് മതി, അതാണ് നിങ്ങളുടെ ജീവിതത്തിന്. പിന്നെ ഒരു ഉടമ്പടി എടുത്ത് നിർത്തണമെന്ന് വിചാരിച്ച ആളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പം ആ ഉടമ്പടിയിൽ കണ്ടിന്യൂ ആയിട്ട് പോകണമെന്ന് എനിക്ക് വളരെയധികം ഒരു ഫയർ എനിക്ക് എൻ്റെ മനസ്സിലിപ്പോൾ ഉണ്ട്. അവസാനമായിട്ട് എൻ്റെ അമ്മയ്ക്കും, എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും, എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി ഒന്നുകൂടെ ഞാൻ പറയുവാണ്. ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ അമ്മയോട് എനിക്ക്. എഫെസസ് 3:20-21 തിരുവചനങ്ങൾ, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാവട്ടെ. ആമേൻ. എമിൽഡ ജോസഫ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ, പ്രത്യേകിച്ച് തൻ്റെ പഠന മേഖലകളിൽ, പരീക്ഷകളിൽ, വിദേശത്ത് പോകുവാനുള്ള പ്രോസസ്സിൽ അമ്മ മാതാവ് നൽകിയ വലിയ സംരക്ഷണത്തെയും അനുഗ്രഹങ്ങളെയുമാണ് ഈ ഉടമ്പടി സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചത്. ഈ ഉടമ്പടി കത്തിത്തുടങ്ങുക എന്നത് ഉടമ്പടി ജീവിച്ചു തുടങ്ങുന്നവർക്ക് മാത്രം ലഭിക്കുന്നതാണ്. നാം ഉടമ്പടി എടുത്തു, അതിൻ്റെ ഏതാനും പ്രാർത്ഥനകൾ ചൊല്ലി എന്നതുകൊണ്ട് ഉടമ്പടി കത്തത്തില്ല. ഉടമ്പടി കത്തണമെങ്കിൽ കത്താനുള്ള ഇന്ധനം കൊടുത്തിരിക്കണം. കത്താനുള്ള ഇന്ധനം അത് നമ്മുടെ വ്യക്തിപരമായ വിശുദ്ധിയുടെ ജീവിതമാണ്. കത്താനുള്ള ഇന്ധനം ദൈവസ്നേഹത്തോടു കൂടിയുള്ള കാരുണ്യ പ്രവൃത്തികളാണ്. കത്താനുള്ള ഇന്ധനം അത് പ്രേക്ഷിത പ്രവർത്തനം, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന, വിശ്വാസത്തെ കൈമാറുന്ന പ്രവൃത്തികളിൽ ഏറ്റവും തീഷ്ണതയോടുകൂടി വ്യാപരിക്കുവാനുള്ള നമ്മുടെ സന്നദ്ധതയും എളിമയുമാണ്. നമ്മൾ പലപ്പോഴും പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് മാറുന്നത് നമ്മുടെ നാണം കൊണ്ടാണ്. മറ്റുള്ളവർ നമ്മളെ എന്ത് കരുതും എന്ന് കരുതിയിട്ടാണ്, എന്ത് പറയുമെന്ന് കരുതിയിട്ടാണ്, പിന്നെ നമുക്കുള്ള മടി കൊണ്ടാണ്. അത് ചെയ്തില്ലെങ്കിലും കാര്യങ്ങൾ നടക്കുമല്ലോ, ബാക്കിയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമ്മൾ തന്നെ വിചാരിക്കുന്നുണ്ട്. ഉടമ്പടി ജീവിതത്തിൽ നമ്മുടേതായ ഒരു ബെഞ്ച് മാർക്സ് ഒന്നുമില്ല, നമ്മുടേതായ ബോർഡർ ലൈൻ വരയ്ക്കുന്ന രീതികളൊന്നുമില്ല, മാർജിനൊന്നും നമ്മളായിട്ട് വരയ്ക്കേണ്ട. ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നുവോ, ഉടമ്പടിയിൽ എന്താണോ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ചിലത് വേണ്ടെന്ന് വയ്ക്കുവാനും, ചിലത് അമിത പ്രാധാന്യത്തിൽ വേണമെങ്കിൽ 2 പകരം 5 കൊന്തയെല്ലാം, എങ്കിലും പുറത്തേക്കൊന്നും ഞാൻ പോകത്തില്ല, വേണമെങ്കിൽ 1 പകരം 2 ദിവസം ഉപവസിക്കാം, കൈ തുറന്നൊന്നും കൊടുക്കത്തില്ല. ഇത് പറയുമ്പോൾ നമ്മൾ തന്നെ ഉടമ്പടി അത് ഡിസ്റ്റോർട്ട് ചെയ്യുകയാണ്, വളച്ചൊടിക്കുകയാണ്. ഉടമ്പടിയിൽ ഒരു വളച്ചൊടിക്കലേയും ആവശ്യമില്ല. എളിയ കാര്യങ്ങൾ, ഓരോ കാര്യത്തിനും അതതിൻ്റെ പ്രാധാന്യമുണ്ടെന്ന് ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ നിരന്തരം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം ഇത് അമ്മ മാതാവ് നൽകിയ സന്ദേശത്തിൽ, അമ്മ മാതാവ് ഒരുക്കിയ മണിക്കൂറുകളിൽ എഴുതി രൂപപ്പെട്ടതും കമ്മ്യൂണിക്കേഷൻ ചെയ്തതുമായ ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് ജോസഫ് അച്ഛൻ എങ്ങനെ ഉടമ്പടിയുടെ ഈ ചിട്ട രൂപപ്പെടുത്തി എടുത്തുവെന്ന്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഉടമ്പടിയുടെ പുസ്തകം അതെങ്ങനെ രൂപപ്പെട്ടു വന്നുവെന്ന് അച്ഛൻ പറയും. അത് അമ്മ മാതാവ് ഒരു പ്രാർത്ഥനാ മണിക്കൂറിൽ കൊടുത്ത സന്ദേശങ്ങൾ തുടർച്ചയായി എഴുതി വരുമ്പോൾ അമ്മ പറഞ്ഞതാണ് ഓരോന്നും എഴുതിക്കൊണ്ടിരുന്നത്. ആ എഴുതിക്കൊണ്ടിരുന്നത് ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ജീവിതമായി മാറുന്നു. അതുകൊണ്ടാണ് ഇത് ഡൈലൂട്ട് ചെയ്യാൻ പാടില്ല, വെള്ളം ചേർക്കാൻ പാടില്ല, ചിലത് വേണ്ടെന്ന് വയ്ക്കാൻ പാടില്ല, ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഉടമ്പടി പ്രകാരം ദൈവാനുഗ്രഹം കിട്ടണമെന്ന് ആഗ്രഹിക്കാനും പാടില്ല. ഉടമ്പടി ഒരു ജീവിതക്രമമാണ്. അതിൻ്റെ ഓരോ കാര്യവും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. അത് ഓരോ കാര്യവും ദൈവസന്നിധിയിൽ നമ്മുടെ അനുസരണം വെളിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ദൈവസ്നേഹത്തോടും ദൈവഹിതപ്രകാരവും ജീവിതത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് ക്ലേശകരമായത്, നമുക്ക് കുട്ടിയാൽ കൂടാത്തത്, നമുക്ക് എത്ര മരുന്ന് കഴിച്ചാലും മാറാത്തത്, ആ ജീവിത മേഖലകളെ, വിഷയങ്ങളെ, രോഗങ്ങളെ അമ്മ മാതാവ് ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് നിസ്സാരമായി സമയ ചുരുക്കത്തിൽ ഭാരങ്ങളൊന്നുമില്ലാതെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാനാകും. അതുകൊണ്ട് ഉടമ്പടി ജീവിക്കുക എന്നത് പൂർണ്ണമായിട്ട് ജീവിക്കണം, പൂർണ്ണ മനസ്സോടുകൂടി ജീവിക്കണം, ദൈവത്തിൽ മാത്രം പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കണം. പകുതി ദൈവത്തിലും പകുതി ലോകത്തിലും ചിന്ത വെച്ചുകൊണ്ട് ഉടമ്പടി ജീവിക്കരുത്.
പകുതി എൻ്റെ പഠനത്തിലും പകുതി എൻ്റെ ദൈവത്തിലുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉടമ്പടി ജീവിക്കരുത്. ഒരു നേട്ടം കിട്ടുമ്പോൾ ഞാനിത് പഠിച്ചത് കണ്ട് കിട്ടി, ഉടമ്പടി പ്രകാരമല്ല എന്ന് തിരുത്തി പറയുന്ന വിധത്തിൽ മനസ്സിനെ നമ്മൾ ഒരു സംഘർഷത്തിലും സംശയത്തിലും നിലനിർത്തരുത്. ക്ലാരിറ്റിയുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ വിളിച്ചാൽ എൻ്റെ അമ്മ മാതാവ് ഈശോയിലൂടെ എന്നെ സഹായിക്കുമെന്ന പൂർണ്ണമായ ബോധ്യത്തോടു കൂടി ഉടമ്പടി ജീവിക്കുമ്പോൾ ഉടമ്പടിയിൽ നിങ്ങൾ വയ്ക്കുന്ന നിയോഗങ്ങൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ദൈവത്തെ, ഇന്നും ജീവിക്കുന്ന ദൈവത്തെ അനേകർ അറിയുന്നതിന് വേണ്ടി അമ്മ മാതാവ് ഈശോ നമുക്ക് വേണ്ടി അനുവദിച്ച് തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഉടമ്പടി സന്തോഷത്തോടെ ജീവിക്കാം, സ്നേഹത്തോടെ ആ പദ്ധതിയിൽ നമുക്ക് ചേർന്ന് നിൽക്കാം. നമുക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ദൈവസന്നിധിയിൽ കൊടുത്തുകൊണ്ട് ഈ പ്രയാസം എനിക്ക് മാറ്റിത്തരണമേ, കൊടുത്ത് ശീലമില്ല, കൊടുത്ത് ശീലിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, ഞാൻ മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞും അതിൻ്റെ രീതികൾ ചെയ്ത് ശീലമില്ല, അത് ചെയ്യുവാൻ എന്നെ കൂടുതൽ കരുത്തുള്ളതാക്കണമേ, എനിക്ക് പ്രാർത്ഥിച്ച് ഞാൻ ഉറങ്ങിപ്പോണ വ്യക്തിയാണ്, ശീലമില്ല, എനിക്ക് ഉണർവോടുകൂടി പരിശുദ്ധാത്മ ചൈതന്യത്തിൽ പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ, വെളുപ്പിനെ എഴുന്നേറ്റ് ശീലമില്ല, എന്നെ അമ്മ മാതാവ് തന്നെ വിളിച്ചുണർത്തി ഈ ജീവിതക്രമത്തിലേക്ക് കൂടുതൽ എന്നെ ചേർത്ത് നിർത്തി വളർത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഉടമ്പടി കത്തിത്തുടങ്ങും. ഉടമ്പടി കത്തിത്തുടങ്ങിയാൽ ജീവിതത്തിൻ്റെ ഒരു നിയോഗം പോലും ഒന്നും ഫലമാവാതിരിക്കില്ല. ഓരോന്നിനും അമ്മ മാതാവ് അനുഗ്രഹമായി ഈശോയിൽ നിന്ന് നേടിത്തന്നുകൊണ്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാം. തമ്പുരാൻ്റെ സന്നിധിയിൽ ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.